ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ രാജ്യം വിട്ട് മറ്റ് രാജ്യങ്ങളിലെ പൗരത്വമെടുക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 2022 ശേഷം പ്രത്യേകിച്ച് വളരെ കൂടി വരികയാണെന്നുള്ളൊരു ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്നും അവർ പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ ഈ പറഞ്ഞ നമ്മളുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 2022 മുതൽ ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് സിറ്റിസൺഷിപ്പ് എടുക്കുന്ന അല്ലെങ്കിൽ പൗരത്വം എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം ഏകദേശം 2 ലക്ഷത്തിൽ കൂടുതൽ ആയിട്ടുണ്ട്. 2022 മുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ട്. അത് ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടാണിത്, ക്രെഡിബിൾ ആണ്. പോസ്റ്റ് പാൻഡമിക്, അതായത് കോവിഡിന് ശേഷം ഈ ഒരു ഒഫീഷ്യൽ ഡേറ്റ പറയുന്നത് ഇതിന് വല്ലാത്തൊരു ഇൻക്രീസ് അല്ലെങ്കിൽ വർധനവ് കോവിഡിന് ശേഷം. കോവിഡ് സമയത്ത് നമുക്കറിയാം എല്ലായിടത്തെയും കോൺസുലേറ്റും അല്ലെങ്കിൽ മറ്റ് യാത്ര ചെയ്യാനുള്ള തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇമിഗ്രേഷൻ പ്രോസസ്സിങ് സ്ലോ ആയിരുന്നു. അതുപോലെ തന്നെ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ 85,000 മുതൽ 2020 85,000 ആൾക്കാരൊക്കെ മാത്രമേ ഇന്ത്യയിൽ നിന്നും വെളിയിലേക്ക് പോയി മറ്റു രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചെന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുന്ന ഒരു അളവാണ്. പക്ഷേ ഇത് 2022 മുതൽ ഇന്ത്യയിൽ ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ഓരോ വർഷവും ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഏകദേശം കഴിഞ്ഞ 5 വർഷം കാലയളവിൽ 9 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ഇന്ത്യയിൽ നിന്നും പോയിട്ട് മറ്റു രാജ്യങ്ങളിൽ സിറ്റിസൺഷിപ്പ് എടുക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2011 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 13 വർഷത്തെ ഡേറ്റ പറയുന്നത് 2.06 മില്യൺ ആൾക്കാർ, ഏകദേശം 20 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട്, അത് പല രാജ്യങ്ങളിലായിരിക്കും, ഏതൊക്കെ രാജ്യമാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല, പല രാജ്യങ്ങളിൽ പോയിട്ട് അവർ അവിടുത്തെ പൗരത്വം സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏകദേശം അതിൻ്റെ പകുതിയോളം, അതായത് ഈ പോയ 2011 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ 2.06 മില്യൺ, അതായത് 20 ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാർ പോയെന്ന് പറയുന്നു. അതിൻ്റെ പകുതിയോളം ആൾക്കാരെ 2020 ശേഷമാണ് പോയതെന്ന് പറഞ്ഞാൽ കണക്കുകൾ പറയുന്നുണ്ട്. 2022 മുമ്പുള്ള ഒരു ദശാബ്ദക്കാലത്ത് ഈ ഒരു ഇങ്ങനെ പോകുന്ന ആൾക്കാരുടെ എണ്ണം ഏകദേശം 1.2 ലക്ഷം മുതൽ 1.45 ലക്ഷം വരെയാണ്. പക്ഷേ 2022 മുതൽ 2 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഇവിടുന്ന് ഇന്ത്യയുടെ പൗരത്വം വേണ്ട, ഇനി ഇവിടെ താമസിക്കുന്നില്ല, വിദേശ രാജ്യങ്ങളിൽ പോയിട്ട്, വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്പ് ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ആയിരിക്കും, അവരുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില ഐലൻഡ് നേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ പോയിട്ട് സിറ്റിസൺഷിപ്പ് എടുക്കുന്നു എന്നാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇവിടുന്ന് രാജ്യം വിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. എല്ലാവർക്കും അങ്ങനെ പോകാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ആരും കൂടുതൽ ആൾക്കാർ പോകുന്നില്ലെന്നേ ഉള്ളൂ. കൂടുതൽ ആൾക്കാർക്ക് ഈസിയായിട്ട് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ എണ്ണം ഇതൊന്നും ആയിരിക്കത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറയുന്നത്, വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്, അവർ ലോകസഭയിൽ അവർക്കെതിരെയുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് പറഞ്ഞത്, ആൾക്കാർ പോകുന്നതിൻ്റെ റീസൺ ഒന്നും അറിയത്തില്ല, അത് തികച്ചും വ്യക്തിപരമാണ്. അതുകൊണ്ട് അവരെല്ലാം ഈ പറഞ്ഞ പല വ്യക്തിപരമായിട്ടുള്ള സൗകര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും പല വിദേശ രാജ്യങ്ങളിലായിട്ട് അവർ പൗരത്വം എടുക്കാൻ ഇവിടുത്തെ പൗരത്വം വിട്ടുപോയി എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പൗരത്വം വിട്ടുപോയി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നിയമമുണ്ടോ നമുക്ക് പറയുന്നതിൽ. അപ്പോൾ ഇന്ത്യ പറയുന്നത് ഇവിടുത്തെ ഗ്ലോബൽ വർക്ക് ഫോഴ്സ് ഇന്ത്യ റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം ഇവിടെ ആളില്ലെങ്കിലും മറ്റു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമുക്ക് ഇവിടെ ആളെ കൊണ്ടുവന്ന് നമുക്ക് ജോലി എടുപ്പിക്കാം. കാരണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഇന്ത്യയിൽ ആവശ്യത്തിന് മാൻ പവർ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ സ്ഥിരമായിട്ട് ഈ ഒരു ട്രെൻഡ് തുടർന്നു പോവുകയാണെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്, കാരണം ഇതിനകത്തിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസമുള്ള ഒത്തിരി ആൾക്കാർ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഈ രാജ്യത്തെ സംബന്ധിച്ചൊരു ബ്രെയിൻ ഡ്രെയിനോട് ആയിരിക്കും തീർച്ചയെന്ന് പറഞ്ഞാൽ, അല്ലേ? കാരണം നമ്മളിവിടെ നമുക്ക് ഉപയോഗിക്കാൻ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന പിന്നെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരും അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ ഒരു നഷ്ടം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്ലോബൽ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ഗ്ലോബൽ വർക്ക് പ്ലേസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ തന്നെയും നമ്മുടെ പൗരന്മാർ, വിദ്യാഭ്യാസവും അല്ലെങ്കിൽ കഴിവുള്ള നമ്മുടെ പൗരന്മാർ
ഈ രാജ്യം വിട്ട് പുറത്തൊക്കെ പോയിട്ട് മറ്റു രാജ്യങ്ങളിൽ അവരുടെ സിറ്റിസൺഷിപ്പ് എടുത്ത് അവർക്ക് വേണ്ടി ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രാജ്യത്തിന് അത് വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ ഇത് കോവിഡിന് ശേഷം ഈ ഒരു എണ്ണത്തിൽ വല്ലാത്ത വർധനമുണ്ടായിരുന്നു. കോവിഡ് സമയത്ത് നമുക്കറിയാം ഈ കോൺസുലേറ്റും അതുപോലെ തന്നെ ഇമിഗ്രേഷൻ പ്രോസസ്സും എല്ലാം എല്ലായിടത്തും നമുക്കൊരു ഒന്നുകിൽ ആ ലോക്ക്ഡൗൺ സമയത്ത് അല്ലെങ്കിൽ എല്ലാം ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയായിരുന്നു. ഏകദേശം 2020 വരെ കാലയളവിൽ ഏകദേശം വാർഷികം 85,000-ഓളം ആൾക്കാർ മാത്രമേ ഈ ഒരു പിന്നെ പൗരത്വം സ്വീകരിക്കാൻ വേണ്ടി ഇന്ത്യ വിട്ട് പോയിട്ടുള്ളൂ. 22 മുതലാണ് ഇതിൻ്റെ ഒരു വർധനവ് ഭയങ്കരമായിട്ട് ഈ ബാക്കിയുള്ള ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം 2023 2023 2024 ഒക്കെ തന്നെ ഇങ്ങനെ പോയ ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അതൊരു ആ ട്രെൻഡ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അതിനകത്ത് യാതൊരു കുറവൊന്നും കാണുന്നില്ല. ഓരോ വർഷവും ഇങ്ങനെ പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടി വരികയാണ് എന്നാണ് നമ്മുടെ മന്ത്രാലയം ലോകസഭയിൽ ഒരു ചോദ്യോത്തര വേളയിൽ അവർ പ്രസന്റ് ചെയ്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നിന്നല്ല. നമ്മുടെ ഇന്ത്യയിലെ 1955 സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ച് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അനുവദിക്കുന്നില്ല. ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പം നമ്മളിപ്പം ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ പൗരത്വം നമ്മൾ ലഭിക്കുകയാണെങ്കിൽ, സ്വീകരിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല, അവിടുത്തെ പൗരത്വം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടും എന്നുള്ളതാണ് നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ സെക്ഷൻ 9 പ്രകാരം പറയുന്നതാണ്. ചിലത്തൊക്കെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. കാരണം അമേരിക്കയുടെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് അവർക്ക് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ആക്ട് പറയുന്നത് ഇവിടുന്ന് ഒരു വ്യക്തി പോയിട്ട് ഇപ്പം നമ്മൾ നാളെ അമേരിക്കയിലോ അല്ലെങ്കിൽ UK ഒക്കെ പോയിട്ട് നമുക്ക് അവിടുത്തെ ഒരു പൗരത്വം ലഭിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് റദ്ദാക്കപ്പെടും. പിന്നെ നമ്മൾ ഇന്ത്യൻ പൗരനായിരിക്കത്തില്ല എന്നാണ് ഇവിടുത്തെ നിയമം പറയുന്നത്. കാരണം പല ആൾക്കാർ എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട്, വിദേശ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ രാജ്യങ്ങളിലായിരിക്കും പോസിബിളി പോകാനുള്ളത്. ഇപ്പം ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, UK, USA, കാനഡ അല്ലേ, പിന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ആൾക്കാരുടെ പ്രിഫേർഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ജനങ്ങൾ ചൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി, അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ജോബ്സ്, ലോങ് ടേം റെസിഡൻസി, അവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇതൊക്കെ തന്നെ വലിയ ഒരു ഘടകമായതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില അട്രാക്റ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഇന്ത്യക്കാരെ വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മൈഗ്രൻസിൻ്റെ പ്രൊഫൈലും വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം കൂടുതൽ ഹൈ പ്രൊഫൈലായിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യ വിട്ട് പോകുന്നതിൽ എന്ന് ആണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മളുടെ ഈ പറഞ്ഞ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ ഉണ്ടായിരുന്ന നേരത്തെയുള്ള ഒരു അഡ്വൈസർ സഞ്ജയ് ബാറു പറയുന്നത് ഇതിനെ സെസഷൻ ഓഫ് ദി സക്സസ്ഫുൾ എന്നാണ് പറയുന്നത്. അതായത് വെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ്, ഹൈ നെറ്റ്വർത്തിലുള്ള ഫാമിലീസും പ്രൊഫഷണൽസും ഒക്കെ തന്നെയാണ് കൂടുതലായിട്ടും ഈ മൈഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിദേശ പൗരത്വം എടുക്കുന്നതിൽ കൂടുതൽ ആൾക്കാരായിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മോർഗൻ സ്റ്റാലിയുടെ ഒരു ഡാറ്റ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് 23,000 ഇന്ത്യൻ മില്യനേഴ്സ് 2014 ശേഷം, ഏകദേശം മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ 2014 എന്ന് പറയുന്ന വർഷത്തിന് ശേഷം 23,000-ഓളം ഇന്ത്യൻ മില്യനേഴ്സ് രാജ്യം വിട്ടുപോയി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത്, പ്രത്യേകിച്ച് ഇതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെന്ന് പറയുന്ന UK, USA, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ, ജർമ്മനി, ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ പോയിട്ട് പൗരത്വം എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം അവിടെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ബെറ്റർ പേ, ഇന്ത്യയിൽ ലഭിക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ട വേതനം അവിടെ ലഭിക്കും, ശമ്പളം അവിടെ ലഭിക്കും. ക്വാളിറ്റി ഓഫ് ലൈഫ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ അവിടുത്തെ നല്ല ഗവർണൻസ്, അതുപോലെ ക്ലിയർ സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഇതൊക്കെ തന്നെ ആണ് ജനങ്ങൾ തന്നെ എല്ലാവരെയും അല്ല, പൗരത്വം ആഗ്രഹിച്ച് അതിന് പോകാൻ സാധിക്കുന്ന, അതിന് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും കൂടെ വേണം, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും പോയി പൗരത്വം എടുക്കാനുള്ള സാധ്യത, അങ്ങനെയുള്ള ആൾക്കാർ ഹൈ നെറ്റ്വർത്തിലും അതുപോലെ തന്നെ വെൽത്തി ആയിട്ടുള്ള ആൾക്കാരും ഫാമിലിയൊക്കെ തന്നെയാണ് ഇത് കൂടുതൽ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വഴി ചൂസ് ചെയ്തത്. ഇപ്പം മില്യനേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലക്ഷപ്രഭുക്കൾ എന്ന് പറയുന്ന ആൾക്കാരാണ്. 23,000 മില്യനേഴ്സ് 2014 ശേഷം ഇവിടുന്ന് പോകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസും അതുപോലെ തന്നെ വെൽത്തി ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ മൈഗ്രേഷൻ കൂടുതൽ
പ്രിഫർ ചെയ്തിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് സിറ്റിസൺഷിപ്പ് എടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാധാരണക്കാരുള്ള ജനങ്ങൾ കൂടുതലും ജോലി ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ളതാണ്. അവിടെ പൗരത്വം ലഭിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും പൗരത്വം ഇവിടുന്ന് ഇന്ത്യ എന്നേക്കുമായി വിട്ടു പോയിട്ട് അവിടെ പൗരത്വം സ്വീകരിക്കാൻ വേണ്ടി പോയ ആൾക്കാരെ കുറിച്ചാണ് ഇത് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഹൈ പ്രൊഫൈൽ ഉള്ള ആൾക്കാരും അല്ലെങ്കിൽ അതുപോലുള്ള ഇൻഡിവിജ്വൽസും ഒക്കെ തന്നെയാണ് ഈ ഒരു പിന്നെ പ്രവണതയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് തീർച്ചയായിട്ടും. എന്തുകൊണ്ട് നമ്മൾ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഇന്ത്യ വിട്ടിട്ട് ഈ പറഞ്ഞ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് സിറ്റിസൺഷിപ്പ് എടുക്കുന്നു എന്നുള്ളത്, അത് ഇവിടെ നിലനിൽക്കുന്ന പല ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും. ഇപ്പം എല്ലാവർക്കും പോകാൻ സാധിക്കത്തില്ല. അങ്ങനെ പോകുവാൻ കഴിയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഉം, ഈ പറഞ്ഞ മറ്റു ഫോറിൻ ഡെസ്റ്റിനേഷൻസ് അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്, അവർ പോകുന്നുണ്ട്. ആ ട്രെൻഡ് വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. അതൊരു രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ എല്ലാം പറയുമ്പോഴും നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ആശങ്ക പരത്തുന്ന കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായിട്ടുള്ള, ഇപ്പം നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് വളരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾക്ക് പല സ്റ്റാൻഡേർഡിൽ നമുക്കിപ്പോൾ എത്തിച്ചേരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയും കൂടെ നമുക്ക് അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതുപോലുള്ള ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസും അല്ലെങ്കിൽ ഹൈ നെറ്റ് വർത്ത് വെൽത്തി ആയിട്ടുള്ള ഫാമിലീസും ഉള്ള ആൾക്കാരൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവരുടെ പൗരത്വം അവിടെ ലഭിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ അവർ തേടിപ്പോവുകയും അങ്ങനെ ഇന്ത്യ വിട്ടു പോവുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് കൂടി വരികയാണ്. 2022 ശേഷം ഒരു വർഷം ഇവിടുന്ന് വിട്ടുപോകുന്ന ആൾക്കാരുടെ എണ്ണം, ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം 2 ലക്ഷമാണ്. അത് കൂടി വരികയാണെന്നാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിൽ അവതരിപ്പിച്ച റിപ്പോർട്ടും പ്രകാരം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഒരു ബാഡ് മാർക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബാഡ് മാർക്കാണ്. ഇതൊരു നെഗറ്റീവ് മാർക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെഗറ്റീവ് മാർക്കുമാണ്. കാരണം സാമ്പത്തികമായിട്ട് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇവിടെ തന്നെ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളും അവസരങ്ങളും ഒക്കെ ഉണ്ടാകേണ്ട ഒരു പിന്നെ സാഹചര്യം നിലനിൽക്കണമല്ലോ. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇവിടെ വിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനേക്കാളും ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങളും അല്ലെങ്കിൽ സംവിധാനങ്ങളും ഉള്ള ഒരു രാജ്യം അല്ലെങ്കിൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത് അവിടുത്തെ പൗരത്വം സ്വീകരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ എത്രത്തോളം ജീവിതം സുഖകരമല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നും പറഞ്ഞ് ഇവിടുന്ന് കോടിക്കണക്കിന് ഇന്ത്യക്കാർ ഇന്ത്യയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ നമുക്കറിയാം പല കാര്യങ്ങളിലും ഇന്ത്യക്ക് ഇനി ഒത്തിരി മൈലുകൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പറഞ്ഞ രാജ്യങ്ങളോടൊക്കെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അത് സാധ്യമാണോ എന്ന് തന്നെയുള്ളതാണ് പല ചോദ്യങ്ങളും, അല്ലെങ്കിൽ പല കോണുകളിൽ നിന്നുള്ള ചോദ്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് ഉത്തരവായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ട്രെൻഡ് വളരെ ആശങ്ക ഉണർത്തുന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ബ്രെയിൻ ഡ്രെയിൻ നമ്മൾ നേരത്തെ തന്നെ പറയാം. പണ്ടൊക്കെ ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയിൽ നിന്ന് പഠിച്ച IIT-ന്നോ അല്ലെങ്കിൽ IIM-ന്നോ അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ ഉയർന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഇവിടുന്ന് പഠിച്ച് ഡിഗ്രിയൊക്കെ ചെയ്തിട്ട് അമേരിക്കയിൽ പോയിട്ട് അവിടുത്തെ പിന്നെ കമ്പനികളിലും കോർപ്പറേഷൻസിലും അല്ലെങ്കിൽ അവിടുത്തെ നാസയിലും മറ്റിടത്തും മറിച്ചതൊക്കെ ജോലി ചെയ്യുന്നത് നമ്മളെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പൊതുവെ കേൾക്കാറില്ല. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇതും ഒരു വളരെ രാജ്യത്തിന് എന്താണ് പറയുന്നത് പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു ബ്രെയിൻ ഡ്രെയിൻ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. കാരണം ഈ പോകുന്ന ആൾക്കാരുടെ പ്രൊഫൈലിനകത്തിലും ഇവോൾവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വെറും ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരല്ല പോകുന്നത്, ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ ആൾക്കാർ തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ നമുക്കൊരു ബ്രെയിൻ ഡ്രെയിനായിട്ട് നമുക്ക് വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വർദ്ധിച്ചു വരുന്ന ട്രെൻഡ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, ഭരിക്കുന്നതിനെ സംബന്ധിച്ച് ഇതിനൊന്നും അവർ പ്രത്യേകിച്ച് ഒരു സൊല്യൂഷൻ ഒന്നും കണ്ടെത്താൻ പോകുന്നില്ല. കാരണം രാജ്യത്തെ രാഷ്ട്രീയവും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ സംസ്കാരങ്ങളൊക്കെ അതേ പടിയിൽ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ സാമ്പത്തിക മേഖലയിൽ കുറേ കമ്പനികളൊക്കെ വന്നിട്ട്, കോർപ്പറേഷൻസ് ഒക്കെ വന്നിട്ട് അവർക്ക് ഇവിടുത്തെ മാർക്കറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നല്ലാതെ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു സ്പീഡി ചേഞ്ച് ഒന്നും ഇവിടെ നമ്മൾ കാണുന്നില്ല. ഇപ്പോഴും നമ്മളെ തൽസ്ഥിതികൾ പല രീതിയിലും പല മേഖലകളിലും ഒക്കെ തന്നെ
തൽസ്ഥിതി തുടരുകയാണ്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പല സ്റ്റാൻഡേർഡുകളും എന്നുവെച്ചാൽ പല മാനദണ്ഡങ്ങളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിപ്പോഴും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പരുവത്തിലുള്ള ഒരവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ നമ്മുടെ പ്രൊഫഷണലിസം, നമ്മുടെ വർക്ക് കൾച്ചർ, ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും ഇന്ത്യക്ക് വളരെ പുറകിലാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.